ഇത് എൻ്റെ തോട്ടത്തിലെ കുരുമുളക് വള്ളിയാണ്. ഇത് ഞാൻ PVC കാലിൻ്റെ പുറത്തിട്ടിരിക്കുന്ന കുരുമുളക് വള്ളിയാണ്. കുമ്പൂക്കൻ ഇനത്തിൽപ്പെട്ട ഒരുതരം വള്ളിയാണിത്. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഞാനിത് നട്ടത്. ഞാൻ ഈ PVC കാല് കുഴിച്ചിട്ട് നടന്ന വീഡിയോ എൻ്റെ ചാനലിൽ ആദ്യമേ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 വർഷമായിട്ടുള്ള കൊടിയാണ്. ഈ കൊടിയിലൊക്കെ തിരിയിട്ട് തുടങ്ങി. ഇപ്പോൾ മഴക്കാലമാണല്ലോ, മഴ പെയ്യുന്നതനുസരിച്ച് കൊടിയൊക്കെ തളർത്ത് എല്ലാത്തിലും ഓരോ തിരി ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതെൻ്റെ കാപ്പിത്തോട്ടാണ്. ഇതിൽ കാപ്പി മാത്രമല്ല കവുങ്ങുണ്ട്. പ്രധാനമായിട്ട് ഞാനിതിൽ മാംഗോസ്റ്റിനാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കൂടാതെ അവക്കാടയുണ്ട്, ദുരിയനുണ്ട്, സപ്പോട്ടയുണ്ട്. അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫ്രൂട്ട്സുകളും ഞാൻ ഈ തോട്ടത്തിൽ കൃഷി ചെയ്തിട്ടുണ്ട്. ഈ ഫലവൃക്ഷത്തൈയിൽ നിന്നൊക്കെ നമുക്ക് ആദായം കിട്ടാൻ ഒരുപാട് കാലതാമസം എടുക്കുന്നുണ്ട്. അതിനിടവേളയായിട്ട് ഞാൻ കാപ്പിയും കവുങ്ങും നട്ടിട്ടുണ്ട്. ഈ തോട്ടത്തിലുള്ള എൻ്റെ അവക്കാടയൊക്കെ അടുത്ത വർഷം കായ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഒരു 5 PVC പൈപ്പ് കുഴിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ കൊടിയിട്ടിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെ പഴയ പന്നിയൂർ വള്ളിയാണ്. ഈ പന്നിയൂർ വള്ളിയൊക്കെ കായ്ക്കണമെങ്കിൽ 3 വർഷമൊക്കെ എടുക്കും. ഈ കുമ്പൂക്കനത്തിൽപ്പെട്ട കുരുമുളക് വള്ളി 1-ാം വർഷം തന്നെ കായ്ച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഞാനിതിൻ്റെ ചുവട്ടിലെ കളയെല്ലാം കളഞ്ഞ് കുറച്ച് വളമിട്ട് കൊടുക്കുകയാണ്. കോംപ്ലക്സ് വളമാണ് ഇപ്പം ഇതിന് കൊടുക്കുന്നത്. ഇതിനു മുമ്പ് ഇത് നട്ടപ്പോൾ കമ്പോസ്റ്റ് ഇട്ടാണ് നട്ടത്. പിന്നീട് ഇപ്പോഴാണ് ഇതിനൊരു വളം കൊടുക്കുന്നത്. പിന്നെ വേനൽക്കാലത്ത് നനച്ചു കൊടുത്തിരുന്നു. ഒരു 150 ഗ്രാം കോംപ്ലക്സ് വളം ഒരു 1.5 അടി അകലത്തിലിട്ട് മണ്ണ് വെട്ടി മൂടുന്ന പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുവട്ടിൽ നിന്നും ഇത്രയും വിട്ടില്ലെങ്കിൽ കുരുമുളകിയുടെ വേരൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നല്ല മഴ പെയ്യേണ്ട സമയമാണിപ്പോൾ. എന്നാൽ ജൂൺ മാസം അവസാനിക്കാറായി. ഇന്നിപ്പോൾ ജൂൺ മാസം 29 ഇപ്പോഴും ചെറിയ തോതിൽ മഴ കിട്ടിയിട്ടേ ഉള്ളൂ. മണ്ണ് കുത്തുമ്പോൾ അറിയാം, മണ്ണ് പൊടിഞ്ഞ് തന്നെയാണ് വരുന്നത്. മണ്ണിന് നനവ് കുറവാണ്. ഇപ്പോൾ നല്ല മഴ കിട്ടി കൊടിയൊക്കെ നന്നായിട്ട് തളർത്ത് നിറച്ച് തിരിയേണ്ട സമയമാണ്.
ഇതിന് ചുറ്റുമുള്ള കാടും പള്ളയൊക്കെ ചെത്തി മാറ്റി നല്ല മണ്ണ് പൊടിച്ചിട്ടാണ് വളത്തിൻ്റെ മേലേട്ട് മൂടുന്നത്. അതുകൂടാതെ ചെടിയുടെ ചോട്ടിൽ കുറച്ചധികം മണ്ണിട്ടതിനെ ഒരു കൂമ്പൽ രൂപത്തിലാക്കിയിട്ട് ഉയർത്തി നിർത്തുകയാണ്. ഇനി മഴക്കാലമാണല്ലോ വരാൻ പോകുന്നത്. കൂടുതൽ മഴ പെയ്ത് വെള്ളം നിൽക്കുകയാണെങ്കിൽ വേര് ചീച്ചത്തിനും രോഗങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. തുടർച്ചയായി തോരാത്ത മഴ പെയ്യുമ്പോൾ ഇതിൻ്റെ ചോട്ടിൽ വെള്ളം നിൽക്കാതെ ഇരിക്കാനാണ് ഇങ്ങനെ പൊന്തിച്ച് നിർത്തുന്നത്. ഇങ്ങനെ ചെയ്യുന്ന മൂലം ഒരു പരിധിവരെ കേടിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും. സാധാരണ മരത്തിൽ കയറുന്ന പോലെ തന്നെ PVC കാലിലും ഇതിൻ്റെ അട്ടക്കാല് പിടിച്ച് കൊടി നന്നായി കയറുന്നുണ്ട്. കൊടി ഇതിന് മുകളിലെത്തുമ്പോൾ ഇതിൽ 4 കമ്പി തിരിച്ചും മറിച്ചും കൊടുത്തിട്ടുണ്ട്. ഈ കമ്പിയിൽ പോയി താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ വള്ളി ഈ പൈപ്പിൽ നിന്ന് ഊരിപ്പോരുകയില്ല. അതുവരെ നമ്മളിങ്ങനെ കെട്ടിയാണ് ഇതിനെ കയറ്റി വിടുന്നത്. ഇത് PVC പൈപ്പിനെ മൊത്തം ഇങ്ങനെ വള്ളി മൊത്തം കവറിങ് ആയി കഴിഞ്ഞാൽ പിന്നെ വെയിലിൻ്റെ ചൂടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഏൽക്കാൻ സാധ്യതയില്ല.